ഹലോ, ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ജീരകം, കുറച്ച് എള്ള്, കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല മയത്തിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് ചെറിയ ഉരുളകളാക്കാം. ഇനി ഈ ഉരുളകൾ നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് എടുക്കണം. നെയ്യ് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മൈദ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. ആവശ്യത്തിന് മൈദ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു കട്ടിയുള്ള രൂപത്തിൽ ആക്കിയെടുക്കാം. നേരത്തെ നമ്മൾ പരത്തി വെച്ചിട്ടുള്ളതിൻ്റെ ഒരെണ്ണത്തിൻ്റെ മുകളിലേക്ക് ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് എല്ലാവിടെയും സ്പ്രെഡ് ചെയ്യാം. എല്ലാവിടെയും നന്നായിട്ട് ആക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് മറ്റൊരെണ്ണം കൂടി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലും നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാവിടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ മറ്റൊരെണ്ണം കൂടി വെച്ച് കൊടുത്ത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അതിന് ശേഷം നമുക്കിത് റോൾ ചെയ്യാം. ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ലെയറായിട്ട് കിട്ടും. ഇനി ഇത് ഓരോന്നും വെച്ചിട്ട് നമുക്ക് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം. ചെറുതായി ഒന്ന് പരത്തി കൊടുക്കുമ്പോൾ ഈ രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുക. എല്ലാതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് വശവും നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. രണ്ട് വശവും നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ നിറമാവുന്നത് വരെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയ നമുക്കിത് കോരിയെടുത്ത് മാറ്റാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്.